ചേനട്ടാ ഓണത്തിനുള്ള ചേന പുറത്ത് വെക്കാം. ഇത് കണ്ട കട നിൽക്കുന്നുണ്ട ഇല്ല ചേന കാണാതെ വെള്ളം വേണ്ടി വരും. ചീഞ്ഞ് പോയി തോന്നുന്നത്. ഇങ്ങനെ ഇരിക്കുമ്പോഴേ കാണാൻ ചേട്ടാ കല്ലാണ്. ചേന കല്ലായി ഗൈസ്. ഹലോ ഫ്രണ്ട്സ്, അപ്പൊ ചെറുതാണ് കേട്ടാ, ചെറുതായി പോയി. ഓണത്തിനുള്ള കേട്ടോ, ഓണത്തിന് ഇത് മതി. മേടിക്കണ്ടല്ലോ ആവശ്യം. ഹായ് അതെടുത്തോ. ചേന ഹായ് അതാ ഹായ്. അപ്പൊ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് ശർക്കര വരട്ടി എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമ്മൾ പഠിക്കുക. അതെ, അത് കണ്ടുപടലേ ഉള്ളൂ കേട്ടോ. കണ്ടുപടലില്ല, കുറച്ച് നമുക്ക് പഴപ്പിക്കാല്ലേ. മതി പഴപ്പിക്കാം. ഇത് മഞ്ഞപ്പൊടി കഴിഞ്ഞിട്ട് നമ്മൾ ഉപ്പേരി വറുക്കെടുത്ത തന്നെ സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ അപ്പം പഴയ നമ്മൾ ഇങ്ങനെ പൊളിച്ച് ഇങ്ങനെ എടുക്കുക. ഇത്തിരി വ്യത്യാസമുള്ളത് നോക്കണം. അതിൽ മാത്രമേ ഉള്ളൂ. അരി മാത്രമേ വറക്കണതൊക്കെ അതന്നെ. ഇതേ പിന്നെ കണ്ടോളൂ കേട്ടോ. അത് അതിൻ്റെ മുന്നത്തെ വീഡിയോ. ഇപ്പം നമ്മുടെ ഈ കായയുടെ തൊലി ഉണ്ടല്ലോ, ഭയങ്കര ഇരുമ്പിൻ്റെ അംശമൊക്കെയുള്ള സാധനം കേട്ടോ. അതൊക്കെ നമുക്ക് ഉപ്പയിലൊക്കെ വെച്ചിട്ട് ചെറുപയറും ഇതൊക്കെ വെച്ചിട്ട് കഴിച്ചാൽ ഇരുമ്പിൻ്റെ അംശം നന്നായിട്ടുള്ളതാണ്. മഞ്ഞപ്പൊടി കളിക്കലെങ്കിൽ ഇടാം. അപ്പോൾ നമുക്ക് ഇത് ശരിയാക്കാം, ഇത് കാണിക്കാം കേട്ടോ. അതെ, ഓക്കെ. ഇത് നമ്മൾ ശർക്കര ഇരിക്കുള്ള തന്നെയാണ്. നമുക്കത് വറക്കുന്നത് കാണിക്കാട്ടോ. നമ്മുടെ കായ ശർക്കര വരട്ടിക്കുള്ളത് ശരിയാക്കാൻ കേട്ടോ. ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുറച്ച് വറുത്തിട്ടുണ്ട്. നന്നായി മുരിഞ്ഞിട്ടില്ലേ? നന്നായി മുരിയണം കേട്ടോ. അലിഞ്ഞ കൂടുതൽ പഴമായി നിൽക്കും. അപ്പോൾ നമുക്കത് വറുത്തെടുത്ത് കരണ്ട് പോയി വറുത്തെടുക്കട്ടോ. അപ്പോൾ നമുക്ക് ശർക്കര വരട്ടിയിട്ടില്ല, വറുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് പിന്നെ വേണ്ടത് നമുക്ക് കുറച്ച് ചുക്ക്, ഏലക്കായ, ബെല്ലം, പിന്നെ കുറച്ച് പഞ്ചസാര. ഇത് വേണ്ട, കുറച്ച് പഞ്ചസാര, പിന്നെ ജീരകം കേട്ടോ, നല്ല ജീരകം. ഇതാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് ശർക്കര ഉരുക്കണം. ഉരുക്കിയെടുക്കാട്ടെ. അപ്പോൾ നമുക്ക് കുറച്ചുണ്ടാക്കണല്ലോ. അപ്പോൾ കുറച്ച് നല്ല മതിയില്ലേ? കഴിഞ്ഞിട്ട് കൂടുതലേ പിന്നെ വെള്ളം ഒഴിക്കണല്ലേ? കുറച്ച് ഒഴിക്കണം. കരിയില്ല. വേണ്ട, തിളക്കി കൊടുക്കണ്ടല്ലേ? നമ്മളിപ്പോ എപ്പോഴും കുടിക്കാൻ വരുമ്പോണ്ടല്ലോ ഗ്യാസിലെ കാര്യത്ത് തുടങ്ങി അടുക്കളയിൽ നമ്മൾ പെരുമാറ തന്നെ. അപ്പോൾ നമ്മൾ ചെറിയ പാത്രത്തിൽ നമ്മളെ ഇതിലേക്ക് ഇടാട്ടോ.
ഗ്യാസ് കത്തിച്ചില്ല. ചട്ടി ഗ്യാസ് അല്ല വിറക് ഗ്യാസ് എപ്പോഴും ചിന്തയാണേ. അപ്പൊ നമുക്ക് തിളയ്ക്കുമ്പോ നോക്കാം. ഇത് ഏലക്കായ കേട്ടോ. പിന്നെ ഇതൊന്ന് പൊട്ടിച്ചിരുന്നു. ചുക്ക് കിട്ടുന്നുണ്ട് അപ്പൊ പിന്നെ കുറച്ച് ജീരകം, ജീരകം, നല്ല ജീരകം കേട്ടോ. അതിടാം. പൊടിഞ്ഞ് കിട്ടണമെങ്കിൽ കുറച്ച് പഞ്ചസാര ഇട്ടാലേ പൊടിഞ്ഞ് കിട്ടും. കുറച്ച് മതിയോ അതിലേക്ക്? ഒരു 2 ടീസ്പൂൺ പഞ്ചസാര ഇടാം. എടുക്കാട്ടാ. ഇത് പൊടിച്ചെടുക്കാം സാധനങ്ങൾ. അപ്പോൾ നമുക്ക് ശർക്കര ഒഴിക്കതിൽ ഒഴിക്കാട്ടാ. അടുപ്പിൻ്റെ അവിടെ ഇങ്ങോട്ട് വന്നാൽ പറ്റിക്കേണ്ടി വരും. ഇളം കൂടുതലുണ്ട്. നമുക്കത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാടാ. നേരങ്ങള് ഇല്ല. അപ്പൊ പിന്നെ പിടിക്കണം കേട്ടോ. നേരം പിടിക്കും. വെക്കേണ്ടി വരും തന്നെ. അതുകൊണ്ടിട്ട് ചൂടാക്കി ഇതറിഞ്ഞല്ലേ പൊടിച്ചത്? പൊടിച്ചില്ല, അതൊന്നും ഇതാവണം. വലിയത് കട്ടയാവും. ശർക്കര കണക്കുള്ളവർ കട്ടയാവും. അതൊക്കെ ഇട്ട് കൊടുക്കാൻ പോയി ചെന്നാലേ കുറച്ചും കൂടി. നമ്മൾ ചുക്കും ജീരകം ഏലക്കായ കേട്ടോ പൊടിച്ചത്. അതൊക്കെ കുറേശ്ശെ ഏലക്കായ പിന്നെ കുറച്ച് പഞ്ചസാര അത് പൊടിയാൻ വേണ്ടിയിട്ട് അത് കുറേശ്ശിട്ട് ഇളക്കിയെടുക്കാം. സെറ്റാവാൻ ഇത്തിരി പാടാല്ലേ? അത് തന്നെ പിടിക്കണില്ലേ? 5 മിനിറ്റ് ഇരുന്ന ചൂടല്ലേ ഉള്ളിലേക്ക് കയറി പിടിക്കും. ഫുള്ളിട്ട് കൊടുക്കാം. വെല്ലടിച്ചു. ജീരകം ഇതൊക്കെ ഇട്ടുവിടാം. ഇതിപ്പോൾ ശർക്കര ഇറച്ചിയുടെ മണം വരുന്നുണ്ട്. അതെ. ഇതൊന്ന് ഉറയ്ക്കണം. ഉറയ്ക്കാനൊരു പണിയുള്ളതെന്ന് പറഞ്ഞാൽ കുറച്ച് പഞ്ചസാര വിതറി കൊടുക്കാം. എപ്പോഴും തന്നെ ഉറയ്ക്കും. നമ്മൾ എല്ലായിടത്തും ചെയ്യണതാണ്. അതെ. ഇളക്കൂലേ? നമ്മുടെ ഉപ്പേരിയൊക്കെ അടിപൊളിയായിട്ട് ശരിയായിട്ടുണ്ട് കേട്ടോ. ഉപ്പേരി എന്ന് പറഞ്ഞാൽ ശർക്കര വരട്ടി. എങ്ങനെയുണ്ടെന്ന് നോക്കിയാൽ കഴിച്ചിട്ട് പറയും. വേണ്ട നമുക്ക് ഇത്തിരി ഇത് ഗ്യാസിൽ തന്നെ ശരിയാക്കി ഒത്തിരി നേരം പിടിച്ചു. അടിപൊളിയായിട്ടുണ്ട്. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ പരിപാടികൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ഐറ്റവുമായി കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ. ബൈ ബൈ.